15-ൽ പരം രാജ്യങ്ങളിലേക്ക് പങ്കജ കസ്തൂരി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ആയുർവേദത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും തീർച്ചയായിട്ടും. അവിടെ ഉദാഹരണം മലേഷ്യയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അപ്രൂവ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മെഡിസിൻ അവിടെ മെഡിസിൻ ആയിട്ട് BTC അപ്രൂവ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം പ്രാരംഭ നടപടികളായി കഴിഞ്ഞ ഒരു 3/4% ആയി എന്ന് പറയാം. അധികം വൈകാതെ അതിന്റെ ബാക്കിയുള്ള നടപടികളായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്രൂവൽ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ റോൾ എന്താണ്? R&D ആയുർവേദത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഉദാഹരണം അഗസ്ത്യ രസായനം, അതിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ക്ലാസിക്കൽ ഫോർമുലേഷനാണ്. അതിൽ ഇതൊക്കെ മുനിമാർ ആയുർവേദ ശാസ്ത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം എന്ന് പറഞ്ഞ യോഗാഭ്യാസ മുറകളിലൂടെ ധ്യാനത്തിലൂടെ യോഗിക് ട്രാൻസസിൽ എത്തുന്ന ഓരോ പൊസിഷൻസാണ്. അങ്ങനെ ഇരുന്നു കൊണ്ടാണ് മുനിമാർ ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോർമുലേഷനകത്ത് പ്രത്യേക ഗവേഷണങ്ങളൊന്നും ആവശ്യമില്ല. പ്രത്യേകതയെന്നല്ല പറഞ്ഞ പ്രത്യേക ഗവേഷണങ്ങൾ ആവശ്യമില്ല. കാരണം അതെല്ലാം ഡിവൈനാണ്. ഒന്നിൽ ദോഷകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചേർക്കുന്ന വേറൊരു ഔഷധം അവയെ നള്ളിഫൈ ചെയ്തുകൊണ്ട് ദോഷകരമായവയെ മാറ്റി ജെനുവിനായിട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഔഷധം രൂപകൽപ്പന ചെയ്യുന്നു. ഞാൻ ഔഷധത്തിന്റെ രസഗുണ വീര്യ വിഭാഗ പ്രഭാവങ്ങളൊക്കെ നോക്കി ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് വേറൊന്നിന് ദോഷകരമാണോ ഇല്ലയോ എന്ന് 100% എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ R&D വേണ്ടത് ഒരു ഫോർമുല വന്നു കഴിഞ്ഞാൽ ആ ഫോർമുലയ്ക്ക് പിന്നീട് ദോഷകരമായ അവസ്ഥ ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ടോക്സിറ്റി, ഹിസ്റ്റോപത്തോളജിക്കൽ, ഫാർമക്കോളജിക്കൽ, ക്ലിനിക്കൽ ട്രയൽ, ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും വേണം. 1. 2, ഔഷധങ്ങളുടെ ലഭ്യത, അതുമായി ബന്ധപ്പെട്ട് ധാരാളം R&D വേണം. ഉദാഹരണം കൂവളത്തിന്റെ വേര്. ഒരു കൂവളത്തിന്റെ വേര് വേണമെങ്കിൽ കൂവളം 20-25 വർഷമെങ്കിലും വളർത്തിയാലേ കൂവളത്തിന്റെ വേര് കിട്ടത്തുള്ളൂ. ഒരു കൂവളം 25 വർഷം വളർത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 500 കിലോ, ഒരു വലിയ കൂവളാണെന്ന് വെച്ചോട്ടെ, അതിൽ 500 കിലോ കൂവളം കിട്ടും. അത് പറഞ്ഞപ്പോഴാണ് സാറിന്റെ ഈ ഹെർബൽ ഗാർഡൻ കോൺസെപ്റ്റ് എന്താണ്? ഈ ഹെർബൽ ഗാർഡൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ലഭ്യമല്ലാത്ത ഔഷധ സസ്യ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടത്. പക്ഷെ അതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല. എന്തെന്ന് വെച്ചാൽ ഹെർബൽ പ്ലാന്റ്സിനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഈ ഭാഗത്ത് പോലും ഇന്ന് കരുന്നൊച്ചിയും നമ്മൾ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു ആടലോടകവും അല്ലെങ്കിൽ ഒന്നും വേണ്ട റോഡ് നിൽക്കുന്ന എരുക്ക് പോലും ഇന്നൊരു എരിക്കില പോലും പറിക്കാനില്ല. കാരണം എരിക്കുള്ളതെല്ലാം തൊഴിലുറപ്പുകാരെ വെട്ടി കത്തിച്ച് കളയുന്നു. അപ്പോൾ ശരിക്കും വിഷമമുണ്ട്. ഞാൻ റോഡേ പോകുമ്പോൾ തൊഴിലുറപ്പിന്റെ ആൾക്കാർ പണികൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തി അവരെ നല്ലതും എന്നെ പരിചയമില്ലാത്ത സ്ഥലത്തുനിന്നാണെങ്കിൽ അവരെന്ത് നല്ലതും കേട്ടിട്ടേ പോകത്തുള്ളൂ. വേറൊന്നുമല്ല, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇതൊന്നും വെട്ടിക്കളയും, ഇതെല്ലാം ഔഷധങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും. ഒരു ദിവസം സംഭവിച്ചതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് വെട്ടിക്കളയും, നിങ്ങൾ പുല്ല് പറിച്ച് കളയോ അനാവശ്യമായിട്ട് ഉള്ളത്, പക്ഷെ ഇതൊക്കെ വെട്ടിക്കളയാം. ഇവിടെ ഒന്നും ഒരു കാടും കാണാൻ പാടില്ല. നമ്മളിത് കാടല്ല, ഇത് ഔഷധമാണ്. ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം വളരെ വലുതാണ്. ഈ ഹാർമണി പ്രോജക്റ്റ് എന്താണ് പങ്കജ കസ്തൂരിയുടെ? പങ്കജ കസ്തൂരി ഹാർമണി പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്, അതായത് വിദേശ രാജ്യങ്ങളിൽ ആയുർവേദ ചികിത്സ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, ഇന്ന് ആയുർവേദം എന്ന് പറയുമ്പോൾ ഇന്ന് ഏത് ഹോട്ടലിൽ പോയാലും അവിടെ ആയുർവേദിക് സെന്റർ എന്ന് ആയുർവേദിക് സെന്റർ അവിടെ ചോദിക്കുമ്പം ഡോക്ടറില്ല, തെറാപ്പിസ്റ്റും ഇല്ല. എന്തുണ്ട്? അത് മസാജുണ്ട്. അത് ക്രോസ് മസാജ്, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളും ചെയ്ത് സന്തോഷപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് പല ഭാഗങ്ങളിലും ആയുർവേദം മാറിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് കാതലായ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാ ഹോട്ടലുകളും ജെനുവിൻ ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ആയുർവേദിക് ട്രീറ്റ്മെന്റ് വിത്ത് ഡോക്ടർ ട്രെയിൻഡ് ആൻഡ് എന്താ പറയുക സ്റ്റഡീഡ് തെറാപ്പിസ്റ്റ്, അങ്ങനെയുള്ള സംവിധാനം വന്നപ്പോൾ അത്തരത്തിലുള്ള ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് ഹാർമണിക്ക് ഞാൻ രൂപം കൊടുത്തത്. ഇപ്പോൾ ഞങ്ങളിപ്പം റാസൽ കൈമയിലുണ്ട്, അബുദാബിയിലുടനെ തുടങ്ങാൻ പോകുന്നു, മലേഷ്യയിലുണ്ട്, റഷ്യയിൽ, പല ഭാഗത്തും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി ഒരു ജെനുവിൻ ആയുർവേദിക് ട്രീറ്റ്മെന്റ് സെന്റർ വിദേശ രാജ്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഹാർമണിയുടെ ഉദ്ദേശം. പങ്കജ കസ്തൂരിയുടെ വിഷൻ എന്താണ്? വിഷൻ എന്ന് വെച്ചാൽ ആയുർവേദ ഫോർ ഓൾ. ഞങ്ങളുടെ എംബ്ലം പറയുന്നുണ്ട് പങ്കജ കസ്തൂരി ഫോർ ലൈഫ് ഫോർ ആയുർവേദ എന്ന് പറയുന്നുണ്ട്. അതായത് ഫോർ ലൈഫ്, ഫോർ സേവിങ് ദ ലൈഫ്സ് ഓഫ് ദ പേഷ്യൻസ്, ദെൻ ഫോർ ആയുർവേദ, ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ആയുർവേദ. ഡോക്ടറിന്റെ പത്മശ്രീ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. പത്മശ്രീ 2012 ജനുവരി മാസം 25-ാം തീയതി രാഷ്ട്രം പത്മശ്രീ കൊടുക്കുന്ന ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഞാനും അതിലൊരു ഭാഗ്യവാനായിരുന്നു. അംഗീകാരങ്ങൾ എനിക്ക് ഭയങ്കര മോഹമാണ്. അവിഹിതമായി കിട്ടാത്ത, വിഹിതമായി നേരായ വഴിയോട് കിട്ടുന്ന, വളഞ്ഞ വഴിയൊന്നും ഇല്ലാതെ, അത് അടിവരായിട്ട് പറയുന്നതിന് കാര്യമുണ്ട്, വളഞ്ഞ വഴിയൊന്നും ഇല്ലാതെ കിട്ടുന്ന അംഗീകാരങ്ങൾ എനിക്ക് എന്നും ഊർജമാണ്.
അങ്ങനെ പത്മശ്രീ എൻ്റെ ആയുർവേദത്തിൻ്റെ പ്രചാരണ രംഗത്തുള്ള, എനിക്ക് അത് വലിയ പ്രായമൊന്നും ഈ പ്രായത്തിൽ പത്മശ്രീ കിട്ടുന്നത് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദ രംഗത്ത് ആയുർവേദത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളും ആയുർവേദ ശാസ്ത്രം കുറച്ച് കൂടുതൽ ജനകീയവൽക്കരിക്കുന്നതിലേക്ക് വേണ്ടി ചെയ്ത എൻ്റെ പ്രവർത്തനങ്ങളും കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചിട്ടാകാം രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചത്. മാർച്ച് മാസം 22-ാം തീയതി രാഷ്ട്രപതി ഭവനിൽ അശോക ഹാളിൽ കയറാൻ ഭാഗ്യമുണ്ടായി. ഞാനും അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് പോയി. വളരെ സന്തോഷമുള്ള ഒരു സായാഹ്നമായിരുന്നു. രാഷ്ട്രപതിയിൽ നിന്നും പത്മശ്രീ ആയുർവേദത്തിന് വേണ്ടി ഏറ്റുവാങ്ങുമ്പോൾ ഈ ആയുർവേദത്തിൽ എനിക്ക് ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണം. ഇപ്പോഴും ഞാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം എന്നിൽ കൂടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാം. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ, ഭാര്യ, 2 മക്കൾ. എൻ്റെ ഭാര്യ ആശ ഞങ്ങളുടെ പങ്കജകസ്തൂരി ഡയറക്ടറാണ്. എൻ്റെ മൂത്ത മകൾ കസ്തൂരി ഞങ്ങളുടെ ആയുർവേദ കോളേജിൽ 2-ാം വർഷം പഠിക്കുന്നു. ഇളയ മകൾ കാവേരി ഇപ്പോൾ +2 കഴിഞ്ഞു, ആയുർവേദത്തിലേക്ക് കടക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കമ്പനിയെ പറ്റി പറഞ്ഞാൽ അച്ഛൻ ജനാർദ്ദനൻ നായർ, അമ്മ പങ്കജം. എൻ്റെ ഞങ്ങൾ 3 പേരാണ്. എൻ്റെ മൂത്ത സഹോദരി പ്രസന്നകുമാരി, 2ാമത് ജ്യേഷ്ഠൻ മഹേന്ദ്രൻ നായർ ഞങ്ങളുടെ ചെയർമാൻ, 3ാമത് ഞാൻ മാനേജിങ് ഡയറക്ടർ. പിന്നെ എൻ്റെ ഭാര്യ ഡയറക്ടറാണ്. സഹോദരിയുടെ ഭർത്താവ് ശ്രീകുമാർ, അദ്ദേഹം ഞങ്ങളുടെ ഡയറക്ടറാണ്. സഹോദരിയുടെ മകൻ അരുൺ വിശാഖ് ഞങ്ങളുടെ ഡയറക്ടറാണ്. ഫാമിലി കൺസേൺ ആണ്. പിന്നെ ഞങ്ങൾ ആയുർവേദത്തിലേക്ക് എൻ്റെ സഹോദരിയുടെ മകളും ഐശ്വര്യ, എൻ്റെ ചേട്ടൻ്റെ മകൾ ലക്ഷ്മി, 2 പേരും ആയുർവേദ ഡോക്ടർമാരായി ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞു. ഇനി എൻ്റെ 2 മക്കൾ ആയുർവേദം കൂടെ കഴിഞ്ഞ് വരാൻ പോകുന്നു. അപ്പം അടുത്ത തലമുറയിൽ 4 പേരായി. ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ആയുർവേദത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മറ്റുള്ളവരോട്, ഇതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 10-25 വർഷത്തിലധികമായി ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, നോ ഷോർട്ട് കട്ട്, ഒന്നിനും കുറുക്ക് വഴികളില്ല. പക്ഷേ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവരോട്, ആയുർവേദ വിദ്യാർത്ഥികളോടും ജൂനിയർ ആയുർവേദ ഡോക്ടർമാരോടും എനിക്കുള്ള അഡ്വൈസ്, നിങ്ങൾ സമൂഹത്തിൽ നിന്നും പലതും കണ്ടും കേട്ടും പഠിക്കണം. വേറൊന്നുമല്ല, എങ്ങനെ ഒരു ബിസിനസ് വിജയിപ്പിച്ചു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാം എന്ന് പഠിക്കുക ആദ്യം. പ്രധാനമായിട്ടും വേണ്ടത്, കേരളത്തിൽ ഇന്ന് അനന്തമായ സാധ്യത ആയുർവേദത്തിൽ ഇനിയുമുണ്ട്. അത് പക്ഷേ ആരും അറിയുന്നില്ല. ഇനി എങ്ങനെ അവരുടെ ഒപ്പം നമ്മൾ കടന്നു വരുമെന്നുള്ള ആശങ്ക ഉണ്ട്. അങ്ങനെ യാതൊരു ആശങ്കയുടെയും കാര്യമില്ല. അതാത് മേഖലയിൽ പ്രവർത്തിക്കാൻ, അതാത് മേഖലയിൽ ഇഫ് യു ആർ കേപ്പബിൾ, ഇതാണ് ഏറ്റവും നല്ല മണ്ണ്. പ്രത്യേകിച്ചും ആയുർവേദ രംഗത്ത് വരും. പക്ഷേ നൂതനമായ സംവിധാനങ്ങൾ, ആധുനിക കാഴ്ചപ്പാട് ആയുർവേദത്തിൻ്റെ ചട്ടവട്ടങ്ങൾക്ക് നിന്ന് ഉള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അവയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരണം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യമായ സിദ്ധാന്തങ്ങളിൽ പിടിച്ചു തൂങ്ങിക്കിടക്കാതെ, ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എല്ലാം മനസ്സിലാക്കണം. ആയുർവേദത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നാണ് പഴഞ്ചൊല്ല്. ഈ ജനങ്ങളെല്ലാം തിന്നുന്നു. കൊല്ലുന്നു കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ പാപം തീരുമെന്നാണ്. പക്ഷേ പഴഞ്ചൊല്ല് അങ്ങനെയല്ല. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊരു വലുതാം മൂഢതയുണ്ട് എന്നാണ് പഴഞ്ചൊല്ല്. ഈ അവസാനത്തെ എന്നൊരു വലുതാം മൂഢതയുണ്ട് എന്നുള്ളത് എല്ലാവരും അത് ഭംഗിയായി അങ്ങ് മറക്കുന്നു. എന്തെന്നറിയോ? കൊന്നാൽ തിന്നാൻ വേണ്ടിയിട്ട്. കൊല്ലുക, തിന്നുക പറഞ്ഞിട്ടുണ്ട്, പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ആയുർവേദത്തിൻ്റെയും ഇപ്പോഴത്തെ ആചാര്യന്മാർ. ആയുർവേദ ശാസ്ത്രത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പകുതി പഠിച്ചിട്ട് ബാക്കി പകുതി പഠിക്കാതെ ആചാര്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന ആ സംവിധാനമാണ് ആയുർവേദത്തിൻ്റെ ഇന്നുള്ള കുറച്ച് പേർ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എൻ്റെ പരിദേവനങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. ആയുർവേദത്തിൻ്റെ പ്രചാരണത്തിന്, ആയുർവേദത്തിൻ്റെ വികാസത്തിന്, ആയുർവേദത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ പകുതി പഠിക്കുക, പകുതി മറക്കുക, അത് ഭംഗിയായി വിസ്മരിക്കുക, ആ സാഹചര്യം, അതിൻ്റെ ഉദാഹരണമാണ് കൊന്നാൽ പാവം തിന്നാൽ തീരം ഞാൻ പറഞ്ഞത്. അതുപോലെ ആകാതെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ദേശത്തിനും കാലത്തിനും യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചിട്ട് എല്ലാ ഇതര സയൻസുകളും ശാസ്ത്ര സാങ്കേതികമായ എല്ലാ നേട്ടങ്ങളും ഈ ശാസ്ത്രവുമായി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ക്യാപ്സ്യൂളുകൾ ഉണ്ടാകുന്നത്. കഷായത്തെ സ്പ്രേ ചെയ്ത് പൗഡറാക്കി ആ പൗഡറിനെ ടാബ്ലറ്റാക്കിയോ ക്യാപ്സ്യൂളാക്കിയോ ഉപയോഗിക്കുന്നു. അവിടെ ഉടനെ ആയുർവേദ സമൂഹം പറയുന്നു, കഷായം പുളിമുറയിലേ ഉണ്ടാക്കാൻ പാടുള്ളൂ, പ്ലാം വിറകിട്ട് കത്തിച്ച കഷായം മാത്രമേ രോഗികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ, പറ്റുമെങ്കിൽ കിഴക്കോട്ട് പോകണം, പ്ലാവിൻ്റെ വേര് തന്നെ മുറിച്ച് കൊണ്ടുവന്ന് കഷായം വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ആയുർവേദ കൺസെപ്റ്റിനോട് എനിക്ക് വിയോജിപ്പാണ്. അവിടെ വേണ്ടത് വിറകിന് പകരം ഞങ്ങളുടെ ഫാക്ടറി കണ്ടതുപോലെ നല്ല നല്ല കമ്പനി, നല്ല
തെർമിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടുള്ള ഞങ്ങളുടെ ഫാക്ടറി ഉണ്ട്. അവിടെ ടൈമിനാണ് പ്രാധാന്യം, സിസ്റ്റത്തിനാണ്. ഞാൻ വിശ്വസിക്കുന്നത് സിസ്റ്റം ഇൻസ്റ്റഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കരുത്. ഒരു സയൻസിൻ്റെ ഗ്രോത്തിന് വ്യക്തിക്കുള്ള പ്രാധാന്യം, ഒരു സിസ്റ്റം ഉണ്ടാകണം. ആ തരത്തിൽ എല്ലാ അർത്ഥത്തിലും സയൻറ്റിഫിക് ആയിട്ട് മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു സമൂഹം ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് യുവതലമുറ, ഒരു 100ഓളം ഓൺട്രപ്രണേഴ്സ് ഇന്ന് കേരളത്തിൽ വന്നാലും അതിനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സ്പേസ് ഇന്ന് കേരളത്തിലുണ്ട്. ഫലഭൂയിഷ്ടമായ മണ്ണാണ് കേരളം. അത് ഉപയോഗപ്പെടുത്തുക. നോ ഷോർട്ട് കട്ട്. ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, പാഷൻ, പെർസിവറൻസ് എന്നൊക്കെ പറയും. ഇതെല്ലാം ഉണ്ടായിരിക്കണം. സാർ, നമുക്കൊരു ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ഉണ്ട്. കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കാം. ഇപ്പം ചോദിക്കാൻ ഞാൻ തോറ്റു പോണെങ്കിൽ സക്സസ്ഫുൾ എന്റർപ്രണർ എന്ന് പറയുന്നത് മോശമാകരുത്. ആദ്യമായിട്ട് സാറിനെ കരയിപ്പിക്കുന്നത് എന്താണ്? എന്നെ കരയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യുമ്പം സങ്കടം വരും. കരയാറില്ല, ഉള്ളിൽ കരയും. ഉള്ളിൽ കരയും. ശരി. ചിരിപ്പിക്കുന്നത് എന്താണ്? ചിരിപ്പിക്കുന്നത് എൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ എല്ലാ തമാശകളും കേൾക്കും. ഈ തമാശകൾ കേട്ട് കൊച്ചു കാര്യം കിട്ടിയാൽ ഞാൻ ഹാ 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 ഒരുപാട് ചിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളർ എന്താണ്? പച്ച. ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അമ്മ. ഡോക്ടറിന്റെ ബർത്ത്ഡേ 22/5/1961. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം? നല്ല കപ്പയും മീനും. ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ, പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ? ഏറ്റവും നല്ല ഹിൽ സ്റ്റേഷൻ, ഫോറസ്റ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാട്ടിൽ പോകാനാണ് ഇഷ്ടം. ഭാര്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു പാട്ട്, ഒരു ഗാനം? അനുരാഗസുധയാൽ ഹൃദയം നിറഞ്ഞപ്പോൾ. അനുരാഗസുധയാൽ ഹൃദയം നിറഞ്ഞപ്പോൾ അനുവാദം ചോദിക്കാൻ വന്നു. ഒരു ഹാബിറ്റ് വേണ്ടെന്ന് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് ഡോക്ടറിന്റെ? ദേഷ്യം. എനിക്കിത്തിരി മുൻദേഷ്യമുണ്ട്. ബ്രാൻഡുകളിൽ വിശ്വാസമുണ്ട്. അപ്പൊ വസ്ത്രത്തിൽ വസ്ത്രം ഞാൻ ലൂയി ഫിലിപ്പാണ് ഉപയോഗിക്കുന്നത്. എപ്പോൾ എൻ്റെ ഹട്ടെല്ലാം ലൂയി ഫിലിപ്പാണ്. ശരി. പെർഫ്യൂം ഉപയോഗിക്കാറില്ല. സാൻഡൽ പെർഫ്യൂം വലിയ ഇഷ്ടമാണ്. ഭാര്യയുടെ ഫേവറേറ്റ് ബ്രാൻഡ്സ് എന്തൊക്കെയാണ് വസ്ത്രം? എൻ്റെ ഭാര്യ എങ്ങനെയൊക്കെ ആണെങ്കിലും വസ്ത്രത്തിൽ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ഇഷ്ടമാണ് ഭാര്യയുടെ ഇഷ്ടം. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പ്രത്യേകമായ ബ്രാൻഡിങ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഫാഷനബിൾ ആയിട്ടൊന്നും അങ്ങനെയൊന്നും മോഹിക്കാത്ത ഒരു സ്ത്രീയാണ്. വളരെ സന്തോഷം സാറുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ. ഇത് റോസ് ഗോൾഡിന്റെ ചെറിയൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ്. താങ്ക് യു. ഞാൻ കട്ടൻ ചായ കുടിക്കാറുണ്ട്. കട്ടൻ ചായ കുടിക്കാം. ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്ന ആളാണ്. കൊള്ളാം. നല്ല ഗിഫ്റ്റ് വർത്ത്. ഓ കൊള്ളാം. എൻ്റെ ഇതൊക്കെ എപ്പോൾ ഒപ്പിച്ചു? ഇതൊക്കെ നെറ്റിനെടുത്തോ? സന്തോഷം. ഓ നിസ്സാരമല്ല. ഇത് ഞാൻ കട്ടൻ ചായ കുടിച്ചതിനെ ഇല്ലാതാക്കൂല എന്ന് ചോദിച്ചു വെച്ചേക്കും. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ നല്ലൊരു ഉപഹാരം എനിക്ക് തന്നതിന് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉപഹാരം കിട്ടുന്നത്. എനിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം കണക്കാക്കുന്നു. താങ്ക് യു. ഒരു പാട്ടും പാടിയിട്ട് തന്നെ ഭാര്യയ്ക്ക് കൊടുക്കാം. ഓ തീർച്ചയായിട്ടും. താങ്ക് യു. Tumor has different two types, benign and malignance. Malignance means cancer. That also can annihilate by this laser treatments. When the iron tree bursts into flowers, then only the mutes can hear and talk. ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് അക്യുപഞ്ചർ ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്.